ഹനിയുടെ കൊലപാതകത്തിനു പിന്നാലെ ഇസ്രായേലിനെതിരെ ഇറാൻ യുദ്ധം പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇസ്രായേലുമായി പൂർണ്ണതോതിലുള്ള യുദ്ധം വേണ്ടെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ. ഇതിനു കാരണം പശ്ചിമേഷ്യയിലെ മറ്റ് രാജ്യങ്ങളുടെ സഹായത്തോടെ അമേരിക്ക നടത്തിയ ചില ഇടപെടലുകളാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇറാനിയൻ ആത്മീയ നേതാവ് ഖമേനിയോട് പറഞ്ഞത്, ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുകയും ആ ആക്രമണത്തിൽ ഏതെങ്കിലും ഇസ്രായേൽ സിവിലിയൻ കൊല്ലപ്പെടുകയും ചെയ്താൽ പിന്നീട് ഇറാൻ ലോകത്തുണ്ടാകുമോ എന്നത് സംശയമാണെന്നാണ്. ഹനിയുടെ കൊലപാതകത്തിനു പിന്നിൽ ഇസ്രായേലാണെന്ന് ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ ആരോപിച്ചിട്ടുണ്ടെങ്കിലും ഇസ്രായേൽ ഈ കാര്യം അംഗീകരിച്ചിട്ടില്ല. എന്നാൽ ഇറാന്റെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടായാൽ അതിനെ തടുക്കാൻ സജ്ജമാണെന്നും ഇസ്രായേൽ അറിയിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇസ്രായേൽ തിരിച്ചടിച്ചാൽ ഇറാൻ ചാരമാകുമെന്ന് പറഞ്ഞത്. ഇറാൻ റഷ്യയോട് സുക്കോയ് 35 എയർക്രാഫ്റ്റ് ആവശ്യപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്നാണ് പുടിൻ ഇറാന് മുന്നറിയിപ്പ് നൽകിയത്. റോയിറ്റേഴ്സ് റിപ്പോർട്ട് പ്രകാരം ഇറാനിലെ റിപ്പബ്ലിക് ഗാർഡിനകത്തുള്ള വലിയ ശതമാനം ആളുകളും ഇസ്രായേലിനോടും അമേരിക്കയോടും താൽപ്പര്യമുള്ളവരാണ്. അതായത് അവർ ഒരു യുദ്ധത്തിന് തയ്യാറല്ല. അതുപോലെ ഇറാൻ ജനതയുടെ വലിയ ഭൂരിഭാഗവും ഇപ്പോഴത്തെ ഇറാനിയൻ അഡ്മിനിസ്ട്രേഷനെയും ഖമേനിയെയും എതിർക്കുന്നവരാണ്. കൂടാതെ അമേരിക്കൻ ഫോഴ്സുകളെല്ലാം ഇറാനെ ആക്രമിക്കുന്നതിനായി ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അങ്ങനെ വന്നാൽ ഇറാൻ എന്ന് പറയുന്ന ഷിയ രാജ്യം ഇല്ലാതാകും. ഈ പ്രശ്നങ്ങൾ മുന്നിൽ കണ്ടാണ് ഇറാൻ ഇസ്രായേലിനെതിരെയുള്ള യുദ്ധം വയ്ക്കുന്നത്. ഇതിനിടെ US, ഖത്തർ, ഈജിപ്ഷ്യൻ എന്നീ മധ്യസ്ഥരുടെ ആവശ്യപ്രകാരം ഓഗസ്റ്റ് 15-ന് ഗാസ യുദ്ധ വെടിനിർത്തൽ ചർച്ച പുനരാരംഭിക്കാൻ സർക്കാർ സമ്മതിച്ചതായി ഇസ്രായേൽ അറിയിച്ചു. കഴിഞ്ഞ 10 മാസം നീണ്ടുനിന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ രണ്ടാം സന്ധി ഉറപ്പാക്കാൻ US, ഖത്തർ, ഈജിപ്ഷ്യൻ എന്നിവരുടെ മധ്യസ്ഥതയിലുള്ള ശ്രമമാണ് ഓഗസ്റ്റ് 15-ന് നടക്കുക. ഒരു സംയുക്ത പ്രസ്താവനയിൽ USഉം ഖത്തറും ഈജിപ്ഷ്യനും ഇസ്രായേലിനെയും ഹമാസിനെയും ഓഗസ്റ്റ് 15-ന് ദോഹയിലോ കെയ്റയിലോ വെച്ച് ചർച്ചകൾ പുനരാരംഭിക്കാൻ ക്ഷണിച്ചു. യുദ്ധം അവസാനിപ്പിക്കാനും അവശേഷിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുമായുമാണ് മധ്യസ്ഥ രാജ്യങ്ങൾ അവസാന ബ്രിഡ്ജിംഗ് നിർദ്ദേശം അവതരിപ്പിക്കാൻ തയ്യാറായിരിക്കുന്നത്. സന്ധിക്കായി ഓഗസ്റ്റ് 15-ന് ഇസ്രായേൽ ഒരു ചർച്ചാ സംഘത്തെ അയക്കുമെന്ന് നെതന്യാഹുവിൻ്റെ ഓഫീസിൽ നിന്നും അറിയിപ്പുണ്ടായി. വെടിനിർത്തൽ, ബന്ദികളെ മോചിപ്പിക്കൽ എന്നിവ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളാണ് ചർച്ച ചെയ്യുക. ഗാസയിൽ 10 മാസത്തെ വിനാശകരമായ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള പരോക്ഷ ചർച്ചയിൽ മധ്യസ്ഥരായ US പ്രസിഡന്റ് ജോ ബൈഡൻ, ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് El-Sisi, ഖത്തർ പ്രസിഡന്റ് അമീർ തമീം അൽ താനി എന്നിവർ പങ്കെടുക്കും.